നമസ്കാരം. ഒടുവിൽ ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാർത്തയെത്തി. ഗാസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി. പൂർണ്ണ മന്ത്രിസഭാ യോഗം വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. നേരത്തെ സുരക്ഷാ ക്യാബിനറ്റ് കരാറിന് അംഗീകാരം നൽകിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇതോടെ ബന്ദിമോചനം നാളെ തന്നെ നടക്കുമെന്ന് വ്യക്തമായി. ഇതോടെ 15 മാസം നീണ്ട യുദ്ധത്തിനാണ് അന്ത്യമാകുന്നത്. നാളെ മോചിപ്പിക്കുന്ന 95 ഫലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രായേൽ കൈമാറി. കരാറിനുള്ള തടസ്സങ്ങൾ മാറിയെന്ന് ഹമാസും പ്രതികരിച്ചു. വെടിനിർത്തൽ ധാരണയായെന്ന് വ്യാഴാഴ്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇനി പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെന്ന് ഇസ്രായേൽ നിലപാടെടുത്തത് സമാധാന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. ഹമാസുമായി ഉടമ്പടി വെച്ചാൽ സർക്കാരിനെ വീഴ്ത്തുമെന്ന് തീവ്ര നിലപാടുകാരായ ഘടകകക്ഷികൾ ഭീഷണി മുഴക്കിയത് നെതന്യാഹുവിനെയും വെട്ടിലാക്കിയിരുന്നു. ദേശീയ സുരക്ഷാ മന്ത്രി ഇതമാർ ബെൻഗ്വീർ, ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ച് എന്നിവർ രാജ്യഭീഷണി മുഴക്കിയെങ്കിലും മന്ത്രിസഭയിൽ ഭൂരിപക്ഷം പേരുടെ പിന്തുണയുള്ളതിനാൽ മുന്നോട്ട് പോകാൻ നെതന്യാഹു തീരുമാനിക്കുകയായിരുന്നു. മറ്റന്നാൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കും മുൻപ് കരാർ അന്തിമമാക്കാൻ യുഎസിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഗാസയിൽ ഇസ്രയേലി ബോംബാക്രമണങ്ങളിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. വെടിനിർത്തൽ കരാർ 3 ഘട്ടമായിട്ടാകും നടപ്പിലാക്കുക. 98 ബന്ദികളിൽ 33 പേരെ 6 ആഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കും. ഇവരുടെ പേരുകൾ കുടുംബങ്ങളെ അറിയിച്ചെങ്കിലും എത്ര പേർ ജീവനോടെയുണ്ട് എന്നതിൽ വ്യക്തതയില്ല. ബന്ദികളിലെ മുഴുവൻ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുറമെ 50 വയസ്സിലേറെയുള്ള പുരുഷന്മാരാണ് പട്ടികയിലുള്ളത്. അതേസമയം ഹമാസ് കരാർ ലംഘിച്ചാൽ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് മടങ്ങുമെന്നും അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നും അതിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റിനോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കരാറിന്റെ എല്ലാ നയതന്ത്ര, സുരക്ഷാ, മാനുഷിക വശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് ഈ ശുപാർശ നൽകിയത്. കരാർ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളുടെ നേട്ടത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് മനസ്സിലാകുന്നു, ഇസ്രായേൽ PM പറഞ്ഞു. പ്രാരംഭഘട്ടത്തിൽ 42 ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായ വ്യക്തികൾ, വനിതാ സൈനികർ എന്നിവരുൾപ്പെടെ 33 ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചു. പകരമായി ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ ഓരോ വനിതാ സൈനികർക്കും 50 എന്ന അനുപാതത്തിലും മറ്റു വനിതാ ബന്ദികൾക്ക് 30 എന്ന അനുപാതത്തിലും മറ്റു വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത അനുപാതത്തിലും മോചിപ്പിക്കും. മോചിപ്പിക്കുന്ന ബന്ദികളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളടക്കം ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ദീർഘകാലത്തേക്ക് ബന്ദികൾക്ക് ആരോഗ്യകരവും മാനസികവും സാമൂഹികവുമായ പരിചരണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും ഇവരെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനെതിരെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത പ്രതിഷേധം നെതന്യാഹു നേരിട്ടിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുകയാണെന്നും ഇസ്രായേൽ വെടിനിർത്തലിന് അനുമതി നൽകിയാൽ സർക്കാർ വിടുമെന്നുമായിരുന്നു ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വീർ ഭീഷണി മുഴക്കിയത്. കരാറിനെ അനുകൂലിക്കരുതെന്ന് മന്ത്രിസഭാ യോഗത്തിന് മുൻപായി ഗുർ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ വെടിനിർത്തൽ തടയാൻ ഇസ്രായേൽ കൂട്ടക്കൊലകൾ നടത്തുന്നതായി ഹമാസും ആരോപിച്ചിരുന്നു. കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ബോധപൂർവ്വം വ്യോമാക്രമണം ശക്തമാക്കിയതായി അവർ ആരോപിച്ചിരുന്നു. കരാർ പ്രഖ്യാപിച്ചതിന് ശേഷം 28 കുട്ടികളും 31 സ്ത്രീകളും ഉൾപ്പെടെ 111 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബാസൽ വെള്ളിയാഴ്ച വ്യക്തമാക്കി. 264-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ബാസൽ കൂട്ടിച്ചേർത്തിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ അതിർത്തി കടന്നുള്ള ഹമാസിന്റെ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധത്തിന് തുടക്കമായത്. 46,000-ലേറെ ഫലസ്തീൻ പൗരന്മാരുടെ ജീവനെടുത്തുള്ള ആക്രമണത്തിലൂടെയായിരുന്നു ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗാസയിൽ കടുത്ത ആക്രമണം നടത്തുകയും 80ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.